കളങ്കപ്പെടുത്തിയ ചരിത്രം അല്ലെങ്കിൽ തലകുത്തി വായിക്കുന്ന രചനകളാണ് അവർ നിർവഹിച്ചിട്ടുള്ളത്. ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ 2024 ഒരുപാട് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. നമ്മുടെ മലയാളികളായ ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. 2024 പുസ്തക പ്രകാശനത്തിൻ്റെ പുസ്തകങ്ങളുടെ ഒരു യാത്രയിലേക്കാണ് തുടങ്ങുന്നത്. ഫലസ്തീൻ വിഷയങ്ങളിൽ മസ്ജിദുൽ അക്സയെക്കുറിച്ചുമെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറെ ഉപകാരപ്രദമായ ഒരു റഫറൻസ് പുസ്തകം കൂടിയാണ് ഖുദ്സിൻ്റെ ചരിത്രത്തിലേക്ക് ഒരു എത്തിനോട്ടം എന്നുള്ള പുസ്തകം. നമുക്കറിയാം, പ്രവാചകന്മാരിൽ അധിക പേരും അവരുടെ കാൽപാദം പതിഞ്ഞ ഒരു മണ്ണാണ് മസ്ജിദുൽ അക്സ അഥവാ ഖുദ്സിൻ്റെ മണ്ണ് എന്നുള്ളത്. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, അതുപോലെ ഒരുവിധം ദാവൂദ് നബി അലൈഹിസ്സലാമും സുലൈമാൻ നബി അലൈഹിസ്സലാമും സക്കരിയ നബി അലൈഹിസ്സലാമും യഹിയ നബി അലൈഹിസ്സലാമും മറിയം ബീവിയും ഈസാ നബി അലൈഹിസ്സലാമും എല്ലാം അവരുടെ ജീവിതകാലങ്ങൾ കഴിഞ്ഞു പോയ മണ്ണാണ് ഫലസ്തീൻ്റെ മണ്ണ്. ഇസ്രായേൽ രാത്രിയിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൽ അക്സയിൽ വെച്ച് എല്ലാ പ്രവാചകന്മാരെയും പിന്നിൽ നിർത്തിക്കൊണ്ടൊരു ജമാഅത്ത് നമസ്കാരം നമസ്കരിച്ചതായ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ പുസ്തകം ആണ് പ്രധാനപ്പെട്ട ഒന്ന്. ഐ വെൽക്കം അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ടു ലോഞ്ച് ദ ബുക്ക്. സ്വീകരിക്കുന്നതിനായി അഷ്റഫ് പോയി അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിക്കുന്നു. ഖുദ്സിന്റെ ചരിത്രം ഒരു എത്തിനോട്ടം എന്നാണ് ഇതിന്റെ തലക്കെട്ട്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് എം അക്ബർ സാഹിബ് ഈ രചനയിലൂടെ നിർവഹിച്ചിട്ടുള്ളത് ചരിത്രമാകുന്ന മഹാസമുദ്രത്തിലൂടെ ഊളിയിട്ട് ഒരു ഗവേഷക ഗ്രന്ഥമായി ഇത് പരിണമിപ്പിച്ചിട്ടുണ്ട്. എല്ലാ തുടക്കം മുതൽ ഇങ്ങൊടുക്കം വരെ ഖുദ്സിന്റെ ചരിത്രം പറയുന്നുണ്ട്. നമുക്കറിയാം, ദ ഫാദർ ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്നറിയപ്പെടുന്ന ഹീറോഡോട്ടസ് മുതൽ BC 550 ജീവിച്ചിരുന്ന ഹീറോഡോട്ടസ് മുതൽ ഖുദ്സിന്റെ ചരിത്രം രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് ചരിത്രത്തിലൂടെ നോക്കിയാൽ കണ്ടുപിടിച്ചാൽ കാണാൻ സാധിക്കും. അത് മാത്രമല്ല, ഖുദ്സ്, അൽ ഖുദ്സ്, അൽ അക്സ മസ്ജിദ് ഉൾപ്പെടുന്ന പ്രദേശം എല്ലാ 3 സെമിറ്റിക് മതവിഭാഗങ്ങൾക്കും, നിങ്ങൾക്കറിയാവുന്നതുപോലെ നോഹയുടെ മകനാണ് ഷെം. ഷെമ്മിന്റെ പരമ്പരയിൽപ്പെട്ട സെമിറ്റിക് മതങ്ങളെല്ലാം തന്നെ വിശ്വസിച്ചു പോരുന്ന ദേവാലയം സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ സ്ഥലമാണ് മസ്ജിദുൽ അക്സ ഉൾപ്പെടുന്ന, ജെറുസലേം ഉൾപ്പെടുന്ന ഇസ്രയേൽ പാലസ്തീൻ പ്രദേശങ്ങൾ. ഇവിടെ ലേഖകനെ സംബന്ധിച്ചിടത്തോളം വ്യതിരിക്തമായി നിൽക്കുന്നത്, അദ്ദേഹം ഈ പ്രദേശങ്ങളിൽ സഞ്ചരിച്ച്, നമുക്കറിയാം, സാമ്രാജ്യത്തിന്റെ, ഫാഷിസത്തിന്റെ, സിയോണിസത്തിന്റെ വക്താക്കൾ ചരിത്രം എഴുതുമ്പോൾ കളങ്കപ്പെടുത്തിയ ചരിത്രം അല്ലെങ്കിൽ തലകുത്തി വായിക്കുന്ന രചനകളാണ് അവർ നിർവഹിച്ചിട്ടുള്ളത് അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി. എന്നാൽ ഈ പുസ്തകത്തിലൂടെ 14 അധ്യായങ്ങളിലൂടെ 124 പേജുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ചരിത്രത്തിന്റെ ഒരു നേർക്കാഴ്ച. ഉസ്താദ് ഇമാം അക്ബർ كتبان القدس وفق الله له أتمنى له كل الخير والتوفيق. وصل المعلومة القدس لنا شعورنا مع القدس من أول إلى وقتنا الحالي. الله سبحانه وتعالى يفرج همهم. لذلك هو قد وضح في كتابه أكثر من 120 صفحة, more than 120 pages. He explained very well for everybody to know in Malayalam. Alhamdulillah, it is not simple, you take for that. And Allah subhanahu wa ta'ala gave him reward, ajr, والتوفيق من الله سبحانه وتعالى. أتمنى له كتابة أكثر كتب عن القصص الإسلامية وغيرها. ആനന്ദത്തിൻ്റെ ആൽക്കമി എന്ന മനുഷ്യൻ്റെ മനസ്സിൻ്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന തത്വശാസ്ത്രത്തിൻ്റെ ഒരു പുസ്തകം.
നമ്മൾ എത്ര തന്നെ മെറ്റീരിയലിസ്റ്റിക്കായി ഈ ഭൂമിയിൽ ജീവിച്ചാലും നമ്മുടെ മനസ്സിനൊരിക്കലും സന്തോഷം കിട്ടില്ല. നമ്മൾ എന്തൊക്കെ സമ്പാദിച്ചു കൂട്ടിയാലും ദുനിയാവിൽ വസ്തുക്കൾ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്ലഷർ കിട്ടും, പക്ഷേ ഹാപ്പിനെസ് ഒരിക്കലും കിട്ടില്ല. എന്നാൽ ഹാപ്പിനെസ്സിലേക്ക് നമ്മളുടെ മനസ്സിനെ കൊണ്ടുപോകണമെങ്കിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ആയത്തിൽ അള്ളാഹു പറഞ്ഞ പോലെ അലാ ബിസിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിൻ്റെ സ്മരണയിലൂടെ അല്ലാതെ ഹൃദയത്തിന് ഒരിക്കലും ശാന്തി ലഭിക്കില്ല. ഖുർആനിക വചനത്തെ അനർത്ഥമാക്കും വിധം ഇസ്ലാമിക പണ്ഡിത ലോകത്തെ ഏറ്റവും വലിയ ഫിലോസഫറായ ഇമാം ഗസാലി എഴുതിയ ആനന്ദത്തിൻ്റെ ആൽക്കമി എന്ന പുസ്തകം ഡോക്ടർ മിഷാൽ സലീം വിവർത്തനം ചെയ്തത്. ഈ പുസ്തകത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കേവലം 52 പേജുകൾ മാത്രമാണ് ഇതിലുള്ളത്. അതേപോലെ തന്നെ 23 അധ്യായങ്ങളിലാണ് ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു വായനക്കാരെ സംബന്ധിച്ചിടത്തോളം 1, 2, 3 മണിക്കൂറിൽ വായിച്ചു തീർക്കാവുന്നതായ ഒരു ലഘു പുസ്തകം. വായിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ തലക്കെട്ടുകൾ ഓരോ വായനക്കാരെയും ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് മനസ്സിൻ്റെ അത്ഭുതങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അധ്യായം ഇതിലുണ്ട്. അതിന് മനസ്സിന് അറിവ് നേടാൻ 2 കവാടങ്ങളുണ്ട്. ഒന്ന് സ്വപ്ന ലോകമാണ്, മറ്റൊന്ന് ഉണർവിൻ്റെ ലോകമാണ് എന്ന് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു അധ്യായങ്ങളിലായിക്കൊണ്ടാണ് ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത് വായനക്കാർ. ഇതിൻ്റെ ആകെത്തുക സന്തോഷത്തിൻ്റെ രസതന്ത്രവും ആത്മസംസ്കരണം വഴിയുള്ള മാനസിക അനുഭൂതിയുമാണ് ഈ പുസ്തകത്തിൻ്റെ ആകെത്തുകയുള്ളത്. മൊഴിമാറ്റം ചെയ്തിരിക്കുന്നത് ഡോക്ടർ മിഷാൽ സലീമാണ്. മലപ്പുറം ജില്ലയിലെ മോങ്ങം അൻവാറുൽ ഇസ്ലാം അറബിക് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യാണ്. നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം മൊഴിമാറ്റം ചെയ്യപ്പെടുകയും നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് രചനകൾ ഈ രംഗത്ത് അദ്ദേഹത്തിൻ്റെതുണ്ട്. ഇത് ഏറ്റുവാങ്ങുന്നതും അത് പ്രകാശനം ചെയ്യുന്നതും ഡോക്ടർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാർ ഡോക്ടർ PP മുഹമ്മദ് സാഹിബ്, അതേപോലെ തന്നെ UAE ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ ജനറൽ സെക്രട്ടറി PA ഹുസൈൻ സാഹിബാണ്. ഇവരെ 2 പേരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇമാം ഗസാലി പോലെയുള്ള ലോകോത്തരമായ ഒരു പണ്ഡിതൻ ഇവിടെ കൈകാര്യം ചെയ്തിരിക്കുന്നത് പുസ്തകത്തിൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ സന്തോഷത്തിൻ്റെ രസതന്ത്രമാണ്. നമുക്കറിയാം, വർത്തമാന കാലഘട്ടത്തിലെ സമൂഹം സന്തോഷം തേടി ഏതറ്റവും വരെ പോകുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സന്തോഷം ലഭിക്കണമെങ്കിൽ അത് ദൈവസ്മരണയുടെ മാത്രമേ ലഭിക്കൂ എന്നുള്ള ഒരു ആശയം 53 പേജിലൂടെ വളരെ മഹത്തായ രീതിയിൽ മനഃശാസ്ത്രത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണ് ഇവിടെ ചർച്ച ചെയ്തത്. റൂഹ്, ഖൽബ്, നഫ്സ് എന്ന മനസ്സിൻ്റെ വിവിധ തരത്തിലുള്ള ദളങ്ങളെ കൃത്യമായി ഇതിന് വിലയിരുത്തുന്നുണ്ട്. തന്നെയുമല്ല, നമുക്ക് എവർക്കും അറിയാം, നഫ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം പഠിച്ചതും കേട്ടത് നമ്മുടെ ഖുർആനിൽ പറഞ്ഞതാണ്. 3 തരം നഫ്സുകൾ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. നഫ്സുൽ ലവ്വാമ, നഫ്സുൽ മുത്മഇന്ന. ആ രീതിയിൽ ആശ്വാസമുള്ള മനസ്സ്, അതുപോലെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മനസ്സ്, എപ്പോഴും ഇന്ന നഫ്സുൽ അമ്മാറത്തുൻ ബിസ്സൂ, ചീത്ത ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ്. ഈ രീതിയിൽ മനുഷ്യൻ്റെ വിവിധ തരത്തിലുള്ള മനസ്സ് സന്തോഷം തേടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെയൊക്കെ തന്നെയും നഫ്സുൽ മുത്മഇന്നയായി, ശാന്തിയുടെ സമാധാനത്തിൻ്റെ ഉടമയായി ഒരു മനസ്സായി അള്ളാഹുവിൻ്റെ അടുക്കൽ സമീപിക്കുമ്പോൾ മാത്രമാണ് പരലോക വിജയം ലഭിക്കുന്നതെന്ന് ആ രീതിയിലുള്ള മനസ്സിലൂടെ അവയാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിലും ഈ ലോകത്തിലും നമുക്ക് സമാധാനം, സന്തോഷം ലഭിക്കുക എന്നും മറ്റ് എത്ര 10,000 ചെലവഴിച്ചാലും ആ നിമിഷം, ഒരു നിമിഷം സന്തോഷം ലഭിക്കുന്നതിൽ 1000 നിമിഷങ്ങൾ സന്താപത്തിൻ്റെയും ഖേദത്തിൻ്റെയും നിമിഷങ്ങളായി മാറുന്നതിന് തിരിച്ചറിവാണ് ഈ പുസ്തകത്തിലൂടെ നമുക്ക് ലഭിച്ചുകൊടുക്കുന്നത്. ഇന്ന് ലോകത്തെ ഏറ്റവും തീവ്രമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഖുദ്സിൻ്റെ ചരിത്രം. അത് ചരിത്രവും വർത്തമാനവും കെട്ടിപ്പറഞ്ഞെടുക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നാം അതിൽ കാണാൻ കഴിയും, അത് വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ വഴി നാം നമ്മുടെ മനസ്സിനെ പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ മനസ്സിൻ്റെ അനുഭവം കടന്നുകൂടിയിട്ടുണ്ട്. അത് ഉയർത്തിയിരിക്കുന്ന ഒരു പുസ്തകമായി ഇതിനെ കണ്ടുകൊണ്ട്
നാം അതിനെ സമീപിക്കേണ്ടതുണ്ട്. അത് നമ്മളെല്ലാവരും അത് വാങ്ങി അതിനെ ചരിത്ര സംഭവങ്ങളുടെ യാഥാർത്ഥ്യ സ്ഥിതി മനസ്സിലാക്കാൻ ഞങ്ങളെല്ലാവരും ഉപദേശിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ മനസ്സിൻ്റെ സമനിലയിലെത്തിയ ഒരു നിലപാടിലാണ് മനുഷ്യ മനസ്സുള്ളത്. എഡ്യൂക്കേഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം സന്തോഷകരമായി ഇങ്ങനെ പരിവർത്തിപ്പിക്കാമെന്നും പ്രതിപാദിക്കുന്നൊരു പുസ്തകമാണിത്. അതിനെ നാം ആ വിധത്തിൽ സമീപിക്കേണ്ടതുണ്ട്. നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന അറിവുകളെ കരസ്ഥമാക്കി നമ്മുടെ ജീവിതം സമ്പുഷ്ടമാക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തക ഉത്സവത്തിൽ ആദ്യ ദിനം തന്നെ നമ്മുടെ 2 ബുക്കുകളെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ബുക്കിൻ്റെ അതോറിറ്റിയോട് ആദ്യമായി നന്ദി പറയുകയാണ്. അതുപോലെ നമ്മൾ ഈ പുസ്തകം പ്രകാശനം ചെയ്ത മൈ ബിലോഡ് ബ്രദർ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ബിനൈ, താങ്ക് യു ഫോർ ബീയിങ് ഹിയർ ഫോർ അഫെയർ. ഏറ്റുവാങ്ങിയ അഷ്റഫ് മദീനയോട് അനന്തമായി അറിയിക്കുകയാണ്. അതുപോലെ ആനന്ദത്തിൻ്റെ അൽക്കമി എന്ന പുസ്തകം പ്രകാശനം ചെയ്ത ഡോക്ടർ പി മുഹമ്മദ് സർ, റിട്ടയർഡ് രജിസ്ട്രാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഏറ്റുവാങ്ങിയ UAE ലെജിസ്ലേച്ചറിൻ്റെ സെക്രട്ടറി പ്രിയപ്പെട്ട മുഷീർ സാറിന് അതിന് നന്ദി അറിയിക്കുന്നു. This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuman.